കടലിൻ്റെ മക്കൾ ഈ കേരളത്തിന് വേണ്ടി 10 വർഷം മുന്നേ അവർ പ്രവർത്തനം നടത്തിയ ആൾക്കാർ തന്നെ ഇപ്പോഴും അതേപോലെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു പ്രത്യേകത ഉണ്ട്, ധൈര്യം, അവരുടെ കോൺഫിഡൻറ്റ്. അപ്പോൾ അവർക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥ PSCയിലൊക്കെ അവരെ മക്കൾക്ക് എന്ത് വേണം, ഒരു ചെറിയൊരു ആനുകൂല്യം വേണം. കാരണം വെച്ചാൽ ബാക്കി സ്റ്റുഡൻസിനെ വെച്ച് അവർക്ക് വെള്ളത്തിൽ പൊരുതി നിൽക്കാനുള്ള സ്കില്ലുണ്ട്. DNL ഓട്ടോമാറ്റിക് വരും. അവരുടെ മക്കൾ നിർബന്ധമായി നീന്തൽ പഠിച്ചിരിക്കും. അത് ഓട്ടോമാറ്റിക് അങ്ങനെയാണ്. അച്ഛൻ ഉണ്ടെങ്കിൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കല്ലോ. അപ്പോൾ അതേമാതിരി സർക്കാരിനെ ബോധ്യപ്പെടുത്താനാണ്. പിന്നെ ഒന്നുള്ളത്, അവർക്ക് വേണ്ടിയ ബോട്ട് സഹായങ്ങൾ. കാരണം വെച്ചാൽ അത്രക്കും ജനങ്ങൾക്ക് വേണ്ടി ചാവുകയാണ്, പോലെ ജീവനായിട്ട് കൊടുക്കുക. ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന വേറെ ആരുള്ള ഇവിടെ, കടലിൻ്റെ മക്കളല്ലാതെ. അപ്പോൾ അവർക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ദൈവം പൊറുക്കില്ല. അപ്പം സർക്കാർ മറക്കണ്ട, ജനങ്ങൾ ഏതായാലും മറക്കില്ല അവരെ. കാരണം 10 വർഷക്കാലത്തും അവർ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കൊല്ലക്കാരെ അങ്ങനെ പുച്ഛിച്ചവരൊക്കെ കൈയടിക്കുന്ന കോലത്തിലായില്ലേ. അതാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ സ്ഥാനമുണ്ട് കേരളത്തിൽ. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എല്ലാം അവർക്ക് തന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പം ഇത് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണേ.